അരസുന്നിയും മുക്കാസുന്നിയും കാസുന്നിയും അങ്ങനത്തെ പരിപാടിക്ക് പോകാൻ പാടില്ല. അങ്ങനത്തെ പ്രവർത്തകന്മാരെ നമുക്ക് അങ്ങനത്തെ ആളുകളെ ആവശ്യമില്ല. ഇവിടെ അവർ പോകുന്ന വഴിക്ക് പോയിക്കൊള്ളുക. മടവൂരിനെ കാണുമ്പോൾ ഓനക്കൊരു സ്വീകരണം കൊടുക്കുന്ന, മറ്റവനെ കാണുമ്പോൾ ഓൻ്റെ മുമ്പിൽ ഒന്ന് തിരയുന്ന, ഇങ്ങനെ തിരയുന്ന പിന്നെ പ്രവർത്തനങ്ങൾ നമ്മളോട് യോജിച്ചതല്ല. സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളോട് യോജിച്ചതല്ല. സമസ്ത അതിൻ്റെ പ്രഖ്യാപിത നയം തന്നെ പ്രത്യേകം ഒരു രാഷ്ട്രീയ പാർട്ടി അത് സമസ്തക്കില്ല. സമസ്തയുടെ നേതാക്കളും പ്രവർത്തകന്മാരും അവരുടെ ഇഷ്ടം പോലെ പരിശുദ്ധ ദീനിനെതിരല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളിൽ അവർ അംഗമാവുകയോ ആവാതിരിക്കുകയോ ചെയ്യും, അല്ലെങ്കിൽ അനുഭാവികളാകും. അങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹു സമസ്തയുടെ 70-ാം വാർഷിക സമ്മേളനത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്. സമസ്ത എന്നുള്ളതൊരു പാർട്ടിയോ സംഘടനയോ ഗ്രൂപ്പോ ഒന്നുമല്ല. അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ യഥാർത്ഥ രൂപമാണ്. പിന്നെ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് പ്രവർത്തിക്കണമെങ്കിൽ ഒരു സംഘടിതമായ കാര്യങ്ങൾ ആവശ്യമാണ്. രജിസ്ട്രേഷനുകളും മറ്റു സൗകര്യങ്ങളൊക്കെ ഇവിടെ വേണമല്ലോ. അള്ളാഹിൻ്റെ ദീനിൻ്റെ യഥാർത്ഥ രൂപം എന്ന് പറഞ്ഞിട്ട് സമ്മേളനം നടത്താൻ നമുക്കൊരു പെർമിഷൻ കിട്ടില്ല. അതൊരു ലെറ്റർ ഹെഡിൽ അതിൻ്റെ സംഘടനാ രൂപത്തിൽ തന്നെ പോകേണ്ടി വരും. അതിനുവേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന നിലയിൽ ഒരു സംഘടന രൂപീകരിച്ചു എന്നല്ലാതെ ഇത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ യഥാർത്ഥ രൂപമാണ്. ആ യഥാർത്ഥ രൂപത്തിന് കത്തിവെക്കാൻ എക്കാലവും ഇവിടെ ആളുകളുണ്ടായിട്ടുണ്ട്. ചിലർക്കൊക്കെ നമ്മൾ സാധാരണ പ്രവർത്തകന്മാർക്ക് ചില വിഷമം പറയലുണ്ട്. സമസ്തയിലെ ഇപ്പോൾ പ്രശ്നമല്ല. വേറെ ചില ആളുകൾ കണ്ട അവർ കോടി കണക്കിൻ്റെ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ ലയിച്ച് അവരിങ്ങനെ മത്ത് പിടിച്ച് നടക്കണം. ഒരിക്കൊന്നും ഒരു പ്രശ്നമില്ല, അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇബ്ലീസ് സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ എന്താ പറഞ്ഞു? നമ്മളെല്ലാം ഖുർആൻ ഓതുന്ന ആൾക്കാരല്ല. ഞാൻ ഏടെ ആളെ പഴപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പറഞ്ഞത്, ലഅഖഉദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ വന്നിരിക്കും അതിലൂടെ പോകുന്ന ആളെ തെറ്റിക്കാൻ വേണ്ടി. മറ്റതൊക്കെ നമ്മളെ സ്വന്തം ആളല്ല, പിന്നെ ഞാനവിടെ പോയിട്ട് കുത്തിരിക്കുന്നത്. അതിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? അവർ നമ്മളും ബായി അല്ലേ. പിന്നെ എൻ്റെ പ്രവർത്തനത്തിൻ്റെ അവിടെ ആവശ്യമില്ല. എൻ്റെ പ്രവർത്തനം നടത്തേണ്ടത് എവിടെയാണ്? ഖുർആനല്ലേ പറഞ്ഞത്, സത്യം ചെയ്ത് പറഞ്ഞതല്ലേ ഇബ്ലീസ്, ലഅഖഉദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം.